ഹലോ ഓൾസോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെയ് സ്മാർട്ട് സോൾ ബീറ്റ് ദി ക്ലോക്കിലെ അടുത്ത എപ്പിസോഡാണ്. സോ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പെർമ്യൂട്ടേഷനിലെ സ്ഥിരമായി ജെയ് മെയിനിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഡിക്ഷണറി. ഒരു വേർഡിനെ ഡിക്ഷണറിയിൽ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം, അറേഞ്ച് ചെയ്താൽ അതിൻ്റെ റാങ്ക് എത്രയായിരിക്കും. ഇത് നമ്മുടെ ഒരുപാട് ജെയ് മെയിൻ ആണെങ്കിലും അഡ്വാൻസ് ആണെങ്കിലും ഒരുപാട് തവണ സ്ഥിരമായി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. സോ ഇത് നമുക്ക് മാനുവലി ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഒരു ട്രിക്ക് വെച്ചും ചെയ്യാം. സോ നമ്മൾ ജെയ്ക്ക് മെയിനായി നോക്കേണ്ടത് എത്രയും പെട്ടെന്ന് എങ്ങനെ ചെയ്യാമെന്നാണ്. ഓക്കെ, സോ ഈ ഒരു ചോദ്യം നമുക്ക് വായിച്ചു നോക്കാം. ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ഹൗട്ട് ആർ റിട്ടേൺ ഇൻ ഓൾ പോസിബിൾ വേസ് ആൻഡ് ദിസ് വേർഡ്സ് ആർ അറേഞ്ച്ഡ് ആസ് ഇൻ എ ഡിക്ഷണറി ഇൻ എ സീരീസ്. Then the serial number of the word tough is. So നമ്മൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യം, ഒരു ഡിക്ഷണറിയിൽ ടഫ് എന്നൊരു വേർഡിനെ അറേഞ്ച് ചെയ്താൽ ടഫിൻ്റെ റാങ്ക് എത്രയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, സോ നമുക്ക് ഇത് ചെയ്യാൻ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഈ വേർഡ് അങ്ങനെ തന്നെ എഴുതുക. TOUGH. ഇതൊരു ജെയ് മെയിൻ 2023 ചോദിച്ച ചോദ്യമാണ്. ഇങ്ങനെ എഴുതിയതിന് ശേഷം ആൽഫബറ്റിക്കലി ഇതിനെ റാങ്ക് ചെയ്യുക. നമ്മൾക്കറിയാം ആൽഫബറ്റിക്കലി റാങ്ക് 1 വരുന്ന ജി ആണ്, കാരണം ജി ആണ് ആൽഫബറ്റിക്കലി റാങ്ക് 1. ജി കഴിഞ്ഞ് പിന്നെ എച്ച് വരും, റാങ്ക് 2. റാങ്ക് 3 നമുക്കറിയാം ആൽഫബറ്റ് എണ്ണി നോക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ ABCDEFGHIJK LMNO O. സോ 3 ആണ്. LMNO PQRSTU. സോ ആൽഫബറ്റിക്കലി നമ്മൾ റാങ്ക് ചെയ്തു. റാങ്ക് 1 2 3 4 5 ചെയ്തു. ഇത് ചെയ്തതിനു ശേഷം നമ്മൾ അടുത്ത ചെയ്യേണ്ട കാര്യം, ഈ ലെറ്റർ എടുക്കുക. ആദ്യത്തെ ലെറ്റർ ടീൻ്റെ റാങ്ക് എത്രയാണ് നോക്കുക, 4. 4ൽ നിന്ന് നമ്മൾ റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ 4-നേക്കാളും ചെറുതായിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. നമുക്ക് നോക്കാം. 3 1 2 3 നമ്പേഴ്സാണ് ഉള്ളത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്പർ സെലക്ട് ചെയ്യുക 3. 3ൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ 3-നേക്കാളും ചെറുതായിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? വി നോ 1 and 2. സോ ഐ എം റൈറ്റിംഗ് ചെയ്യുക 2. അടുത്തത് ഇവിടെ നമ്പർ 5. 5ൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ 5-നേക്കാളും ചെറുതായിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കാം, 1 2. സോ വിച്ച് മീൻസ് 2. ഇനി ഇവിടെ 1-നേക്കാളും ചെറുതായിട്ട് 1ൻ്റെ റൈറ്റ് സൈഡിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 0. സോ ഐ എം റൈറ്റിംഗ് ചെയ്യുക 0 again 0. സോ നമ്മൾ അത് എഴുതി. അത് ഇതിന് ശേഷം നമ്മൾ സിമ്പിളായി ചെയ്യേണ്ട കാര്യം 0 ഫാക്ടോറിയൽ 1 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ എന്ന് എഴുതുക. എന്നിട്ട് ഇത് മൊത്തം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. 0 into 0 ഫാക്ടോറിയൽ, 0 into 1 ഫാക്ടോറിയൽ, 2 into 2 ഫാക്ടോറിയൽ, 2 into 3 ഫാക്ടോറിയൽ, 3 into 4 ഫാക്ടോറിയൽ. ഇത് ചെയ്താൽ 0 എന്ന് കിട്ടും. ഇതും ചെയ്താൽ എത്ര കിട്ടും? 0 എന്ന് കിട്ടും. 2 into 2 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ വിനോ 2, 2 into 2 ഇത് ചെയ്താൽ 4 എന്ന് കിട്ടും. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ വിനോ 6, 6 into 2 12 എന്ന് കിട്ടും. ഓക്കെ, 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 24, 24 into 3 വിനോ 72 എന്ന് കിട്ടും. എന്നിട്ട് ഇത് മൊത്തം ആഡ് ചെയ്യുക. 72 plus 12 84, 84 plus 4 88, 88 എന്ന് കിട്ടും. ആ കിട്ടിയ ആൻസറിലോട്ട് 1 ആഡ് ചെയ്യുക. ഓക്കെ, സോ അവർ ആൻസർ വിൽ ബി 89th. ഇതിൻ്റെ റാങ്ക് 89th എന്നായിരിക്കും. ഓപ്ഷൻ ഉണ്ടോ നോക്കാം. യെസ്, 89 ഉണ്ട്. സോ ഇത്രയും ഈസിയിൽ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇതുപോലത്തെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ജെയ് മെയിൻ 2023 2016 ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതിലോട്ട് പോവാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. കാര്യമായിട്ടൊന്നുമില്ല. ടഫ് എന്ന് പറയുന്ന വേർഡ് എഴുതുക, എന്നിട്ട് അതിനെ ആൽഫബറ്റിക്കലി റാങ്ക് കൊടുക്കുക. റാങ്ക് കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞ ആ ഒരു അൽഗോരിതം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ പറയുന്ന രീതിയിൽ ചെയ്താൽ നമ്മൾക്ക് ആൻസർ കിട്ടും. സോ അടുത്തൊരു ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If all the words with or without meaning having 5 letters formed using the letters of the word small. നമ്മുടെ വേർഡ് ഏതാ? സ്മോൾ. അറേഞ്ച്ഡ് ആസ് ഇൻ എ ഡിക്ഷണറി, then the possible position of the word small is. സ്മോളിൻ്റെ റാങ്ക് ആണ് നമ്മളോട് ചോദിച്ചത്. സോ ഇത് നമ്മൾക്ക് സിമ്പിളായി ചെയ്യാം. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു വേർഡ് അങ്ങ് എഴുതിയെടുക്കുക. SMAL എന്ന് എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം നമ്മൾ ആൽഫബറ്റിക്കലി റാങ്ക് കൊടുക്കുക. സോ എ റാങ്ക് 1 ആയിരിക്കും. റാങ്ക് 2 എണ്ണി നോക്കുക. ABCDEFGHIJK L റാങ്ക് 2 ആണ്. റാങ്ക് 3 M ആണ്. റാങ്ക് 4 S ആണ്. ഇവിടെ രണ്ട് L ഉള്ളത് കൊണ്ട് 2 നമ്മൾ 2 പ്രാവശ്യം കൊടുത്തു. അങ്ങനെ ആയിരിക്കും റാങ്ക് വരിക. എന്നിട്ട് നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് അപ്ലൈ ചെയ്യുക. 4 സെലക്ട് ചെയ്യുക, ആദ്യത്തെ നമ്പർ. അതിനേക്കാളും റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ 4-നേക്കാളും ചെറുതായിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 4 നമ്പേഴ്സ് ഉണ്ട്. സോ ഐ എം റൈറ്റിംഗ് ചെയ്യുക 4. 3ൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ 3-നേക്കാളും ചെറുതായിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 2. സോ ഐ എം റൈറ്റിംഗ് ഹിയർ 3. 1ൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ 1-നേക്കാളും ചെറുതായിട്ട് വേറെ നമ്പേഴ്സ് ഇല്ല. സോ ഐ എം റൈറ്റിംഗ് 0. ഇവിടെയും 0. 2-നേക്കാളും ചെറുതായിട്ടുള്ള വേറെ നമ്പേഴ്സ് ഇല്ല. ഇയർ അഗെയിൻ 0. പക്ഷേ നേരത്തെ ക്വസ്റ്റ്യനേക്കാളും ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഇവിടെ L 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഇതിലുള്ള എല്ലാ ടേംസിനെയും
2 ഫാക്ടോറിയൽ കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഇതിലുള്ള എല്ലാ ടേംസിനെയും 2 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ സ്റ്റെപ്പ് ചെയ്യുക. 0 ഫാക്ടോറിയൽ, 1 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ എന്ന് എഴുതുക. എന്നിട്ട് ഇത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്തായാലും 0 കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായാലും 0 കിട്ടും. ഇതും മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായാലും 0 കിട്ടും. ഇവിടെ 3/2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. സോ ഇവിടെ 4/2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ നമുക്ക് അവിടെ ചെയ്യാം ബാക്കി. അതായത് 4/2 ഫാക്ടോറിയൽ ഇൻറ്റു 4 പ്ലസ് ഇൻറ്റു 4 ഫാക്ടോറിയൽ പ്ലസ് 3/2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് വരും. നമുക്കറിയാം 4/2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ഇൻറ്റു 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് 48 എന്ന് കിട്ടും. പ്ലസ് 3/2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6, 6/2 എന്ന് പറഞ്ഞാൽ 3, 3 ഇൻറ്റു 3 9 എന്ന് കിട്ടും. സോ ആൻസർ വിൽ ബി 48 പ്ലസ് 9 57. അവസാനം കിട്ടുന്ന ആൻസറിലോട്ട് നമ്മൾ 1 ആഡ് ചെയ്യണം. അതായിരിക്കും നമ്മുടെ റാങ്ക്. സോ 57 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ആൻസർ വിൽ ബി 58. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ നമ്മൾക്ക് ഈസിലി ആൻസർ കിട്ടുന്നതായിരിക്കും. 58 ഇവിടെ ഓപ്ഷൻ ഉണ്ടോ നോക്കാം. യെസ്, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. ഇത് JEE മെയിൻ 2016 ചോദിച്ച ചോദ്യം. സോ ടു കൺക്ലൂഡ്, ഇതുപോലത്തെ ഏത് ചോദ്യവും നമ്മൾക്ക് ചെയ്യാം. ഈ ചോദ്യം 2 ടൈപ്പിലായിരിക്കും ചോദിക്കുക. ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത ഈ ഒരു ടൈപ്പാണ്. അതായത് എല്ലാ ലെറ്റേഴ്സും യൂണീക്ക് ആയിരിക്കും. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചില ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യും. റിപ്പീറ്റ് ചെയ്യുന്ന കേസിൽ റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സിനെ നമ്മൾ ഡിനോമിനേറ്ററിൽ കൊടുക്കുക. ആ ഒരു രീതിയിൽ കൊടുത്താൽ മതി. സോ ഈസിലി ഇതുപോലെ നമ്മൾക്ക് സമയം സോൾവ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അതാണ് നമ്മുടെ ഈ ഒരു സീരീസ്. താങ്ക് യു ഓൾ.